പി.കെ. ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല. അത് പങ്കെടുക്കണോ പങ്കെടുക്കണ്ടയോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുമായിരുന്നു. പി.കെ. ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി CPM-ൽ രണ്ടഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്ന് പി.കെ. ശ്രീമതി മടങ്ങിയെന്നാണ് വിവരം. കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല ഇളവ് നൽകിയതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. പ്രതികരണം ഒന്ന് കേൾക്കാം. ഇല്ല, ഒരു നിയന്ത്രണം CM എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് CM ആണോ? അത് പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക. അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി എക്സഷൻ കൊടുക്കും. അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ MV ഗോവിന്ദനെ തള്ളി പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. പി.കെ. ശ്രീമതിക്ക് വിലക്കില്ലെന്നും പങ്കെടുക്കേണ്ട സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും MA ബേബി പ്രതികരിച്ചു. ഇതെല്ലാം അടിസ്ഥാനരഹിതങ്ങളായ വ്യാഖ്യാനങ്ങളാണ്. പി.കെ. ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി.കെ. ശ്രീമതി ടീച്ചർ പങ്കെടുത്തിട്ടുണ്ട്. സംഘടനാപരമായി പി.കെ. ശ്രീമതി തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പങ്കെടുക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് യാതൊരു ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വേണ്ട. ഒരു പാർട്ടി കമ്മിറ്റി പങ്കെടുക്കുന്നതിനും ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല. പിണറായിയെ പോലൊരു നേതാവിന്റെ വിലക്ക് തനിക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രചാരണമെന്നാണ് പി.കെ. ശ്രീമതിയുടെ പ്രതികരണം. അതുകൂടി അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല. അത് പങ്കെടുക്കണോ പങ്കെടുക്കണ്ടയോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുക. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റുകളിലെല്ലാം പോകണം, പ്രവർത്തിക്കണം. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല. ഇപ്പോൾ റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തത്സമയം റഹീസ് റഷീദ്, വിലക്കുണ്ട് എന്ന മട്ടിലുള്ള പ്രതികരണമാണ് വന്നത്. എന്നാൽ ദേശീയതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇളവ് എന്നതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി നൽകുന്ന വിശദീകരണം. എന്നാൽ ജനറൽ സെക്രട്ടറി ആ വിശദീകരണത്തെ തള്ളുകയാണ്. ഏത് മീറ്റിങ്ങുകളിലും പി.കെ. ശ്രീമതി ടീച്ചർക്ക് അവിടെയുണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിൽ വിലക്കില്ലെന്നാണ് ജനറൽ സെക്രട്ടറി പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് റഹീസ് റഷീദ് ഈ വിഷയത്തിൽ? അരുൺ, CPIM-ൽ നിന്ന് ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കേന്ദ്ര കമ്മിറ്റി അംഗമായ പി.കെ. ശ്രീമതിയോട് ഇനി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി എന്നതാണ്. 19-ാം തീയതി നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പി.കെ. ശ്രീമതി എത്തിയപ്പോഴായിരുന്നു ദേശീയ തലത്തിലാണ് പി.കെ. ശ്രീമതി പ്രവർത്തിക്കേണ്ടത്, പാർട്ടി കോൺഗ്രസ് ആണ് പ്രായപരിധിയിൽ ഇളവ് നൽകിയത്, കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനമല്ല, അതുകൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങളിൽ ഇനി പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും പി.കെ. ശ്രീമതി തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കുറേ അപ്ഡേഷൻസ് വന്നു. അതിൽ പ്രധാനമായി ഒന്നുള്ളത് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി.കെ. ശ്രീമതിയോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം തന്നെ ഏതാണ്ട് പുറത്തു പറഞ്ഞു. അതായത് ദേശീയ തലത്തിലാണ് പി.കെ. ശ്രീമതി പ്രവർത്തിക്കേണ്ടത്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ ഭാരവാഹി എന്ന നിലയിലാണ് ഇളവ് നൽകിയത് എന്ന കാര്യം MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ ഇല്ലയോ എന്ന കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നുമില്ല, അല്ലെങ്കിൽ വ്യക്തമായൊരു ഉത്തരം നൽകിയതുമില്ല. പിന്നീട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി ഈ പുറത്തു വന്ന വാർത്തകൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്തത്. ബേബി പറഞ്ഞത് ഒരു തരത്തിലുള്ള വിലക്കും പി.കെ. ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇല്ല, ആവശ്യമായ സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി ടീച്ചർ പങ്കെടുക്കുമെന്ന് MA ബേബി പറഞ്ഞു. അതേ കാര്യം തന്നെ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട പി.കെ. ശ്രീമതിയും പറഞ്ഞു. ദേശീയ തലത്തിലായിരിക്കും താൻ കൂടുതൽ പ്രവർത്തിക്കുക, സംസ്ഥാനത്ത് താൻ ഉള്ള ദിവസം സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണെങ്കിൽ പങ്കെടുക്കും എന്ന് ശ്രീമതി ടീച്ചർ പറയുകയും ചെയ്തു. ഡോക്ടർ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.